നമസ്കാരം. ഭഗവത്ഗീതയെ അപമാനിച്ചുകൊണ്ട് ടോമിൻ സെബാസ്റ്റ്യൻ നടത്തിയ പ്രസംഗം ഇന്ന് നവമാധ്യമങ്ങൾ വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടനയുടെ മാഗസിൻ ഓതറായിട്ടുള്ള ടോമിൻ സെബാസ്റ്റ്യൻ ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളിക്കുന്ന പച്ചത്തെറിയാണ് ഭഗവത്ഗീതയായിട്ട് ലോകമറിയപ്പെടുന്നത്. ഇന്ന് വിശ്വത്തിന് വെളിച്ചം വീശാൻ സാധിക്കുന്ന ഒരു യഥാർത്ഥ മാർഗദർശനം എന്നുള്ള നിലയ്ക്ക് ലോകം നോക്കിക്കാണുന്ന മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നിരിക്കെ, ഭഗവത്ഗീതയെ ഇന്ന് സൗദി അറേബ്യ പോലും തങ്ങളുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മാർഗദർശനം നൽകുവാൻ സാധിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ആശയം നിലനിൽക്കുന്ന ഗ്രന്ഥമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ പാഠ്യപദ്ധതിയിൽ പോലും ഭഗവത്ഗീതയെ ഉൾപ്പെടുത്തുവാൻ തയ്യാറായ സാഹചര്യത്തിലാണ് ഈ ടോമിൻ സെബാസ്റ്റ്യനെ പോലുള്ള ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങൾ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇന്ന് നവമാധ്യമങ്ങൾ ഈ പരാമർശത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഹൈന്ദവ വിശ്വാസികൾ, നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ ധാരാളം പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ അടിയന്തരമായിട്ട് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ തടയുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കണമെന്നും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ വളരെ വലുതാണ്. പക്ഷേ നമ്മുടെ ക്ഷേത്രവിശ്വാസങ്ങളെ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ, നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളെ ഒക്കെ അപമാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇതാദ്യമായിട്ടല്ല എന്നുള്ള ചരിത്ര സത്യം തിരിച്ചറിയുകയാണ് നാം ആദ്യമായിട്ട് ചെയ്യേണ്ടത്. എന്നാണോ എപ്പോഴൊക്കെയാണോ ഹിന്ദുവിൻ്റെ ഈ ധാർമ്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾക്ക് നേരെ, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്, വൈദേശികൻ ഈ ധർമ്മത്തെ ആക്രമിച്ച് കീഴടക്കുവാൻ വേണ്ടിയിട്ട്, ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ ചരിത്രം തന്നെയാണ്. ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ധർമ്മം സനാതനമാണ്, ഇത് ഇന്നും നിലനിൽക്കുന്നത്, ഇനിയും മുന്നോട്ട് ശക്തിയായിട്ട് ഇതിൻ്റെ പ്രയാണം നടക്കുന്നത്. ഈ ധർമ്മത്തിന് അവസാനമില്ല, ഇതിന് അന്ത്യമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഹിന്ദു ധർമ്മത്തിനു നേരെയുള്ള ആക്രമണങ്ങൾ ഇത് ആദ്യമായിട്ടല്ല എന്ന് നാം തിരിച്ചറിയണം. ഇതിനെ ഏതു തരത്തിലാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ദിശാബോധവും സനാതനികളായിട്ടുള്ള ഹിന്ദു വിശ്വാസികൾക്ക് കൃത്യമായിട്ടുണ്ടാവണം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ സാധിക്കുക? ഒരു നിയമപരമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്താമെന്നുണ്ടെങ്കിലും നാളിതുവരെയുള്ള നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നമ്മുടെ അനുഭവം എന്താണ്? നമുക്കറിയാം, ശബരിമല പോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് പോലും നമ്മെ നിയമപരമായിട്ട് സഹായിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിയമപരിരക്ഷ തന്നുകൊണ്ടുള്ള ഒരു സംരക്ഷണ കവചം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഈ നാട്ടിൽ നിലവിലില്ല എന്നുള്ളത് എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും അറിവുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രതിരോധം തീർക്കേണ്ടത് നമ്മുടെ സമാജം തന്നെയാണ്. നമ്മുടെ ഭഗവത്ഗീത ഇന്ന് ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന മഹത് ഗ്രന്ഥമായി നിലനിൽക്കെ, ഇന്ന് രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും ഒക്കെ ലോകം നോക്കിക്കാണുന്ന മഹത്തായിട്ടുള്ള ദർശനങ്ങളായിട്ട് നിലനിൽക്കെ, ഇതിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ തയ്യാറായാൽ കൃത്യമായിട്ട് ഇതിനെ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള തീരുമാനം നാം എടുക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രതിരോധമെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ പൗരാണികർ എങ്ങനെയാണോ ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ സമാജത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്, അതേ മാർഗം നാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഭവനങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സമാജത്തിലും നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ ഗ്രന്ഥം എത്തിക്കുകയും ഈ ഗ്രന്ഥത്തിൻ്റെ ആ ആശയത്തെ കൃത്യമായിട്ട് നാം സമാജത്തിൽ പഠിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളുടെ ആരോപണങ്ങൾക്കുള്ള യഥാർത്ഥ പ്രതിരോധമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ സനാതനധർമ്മം എക്കാലത്തും നിലനിൽക്കുന്ന, നിരന്തരമായിട്ട് അങ്ങനെ ഒരു എതിരാളികളാലും നശിപ്പിക്കാൻ സാധിക്കാത്ത ഒരു വിശാലമായിട്ടുള്ള ദർശനമായിട്ട് ഇനി വരും കാലങ്ങളിലോ ഈ ലോകരാജ്യങ്ങളെ നയിക്കുന്ന തരത്തിലേക്ക് നിറഞ്ഞു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നന്ദി, നമസ്തേ.